ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ കാലങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊന്നും അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഇടാറൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇടും, പിന്നെ പോകും. ഇടയ്ക്ക് നോർമൽ വീഡിയോ എനിക്ക് തോന്നുന്നു അത് അപ്പച്ചനാണ്. ഒരു പിരിയിൽ പോയതാ, കുഴപ്പമില്ല, അത് നോക്കണ്ട. അപ്പൊ പറഞ്ഞു വന്നത്, യൂട്യൂബിൽ ഈ ഒരു വർഷത്തിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 3-4 വീഡിയോസ് എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. അതിന് തക്കതായ കാരണങ്ങൾ ഒരുപാട് ഉണ്ട്, മനസ്സിലായോ? അതായത് നമ്മൾ ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കാര്യം, അങ്ങനെ നടക്കുകയാണ്. മനസ്സിലായോ? നീ പറഞ്ഞു. പറ. എനിക്ക് പറയാൻ അറിയില്ല. കണ്ടോ, ഇതാണ്. ഇതിന് ക്യാമറ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടണം. ரொம்ப தொல்லையா இருக்குடா எனக்கு. ഇവളെ ഞാൻ തിരുനെൽവേലി ഇരുന്ന് കൂട്ടിയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറയണമെന്ന് ഓർത്ത് വന്നതാ. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ തംബ്ലൈന് കണ്ടിട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ എല്ലാ സംശയങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഈ വീഡിയോ കറക്റ്റ് ലൈവ് വീഡിയോ അല്ല. ലൈവ് എന്ന് വെച്ചാൽ ഈ ഡേറ്റിലുള്ള വീഡിയോ അല്ല, മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കും പിന്നെ ഇടുന്നത്. വല്ല മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞു. പിന്നെ ഗൈസ്, കമന്റ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വീഡിയോ നമ്മളിത് ഒറ്റ വീഡിയോ ആണ് ഇടുന്നത്. നിങ്ങൾ എന്തെങ്കിലും നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കമന്റ് വേസ്റ്റ് ആക്കരുത്. കാരണം ഇതിനൊരു പാർട്ട് 2 വരാനുണ്ട്. ഇത് ഫുൾ വീഡിയോ ആയിരിക്കില്ല. അത് വേറൊന്നല്ല, സിഗ്നലിന്റെ പ്രോബ്ലം കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സൈസാ. കറന്റ് ഇപ്പം നമ്മൾ അടിമാലിയിലല്ല, അത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നെറ്റിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അപ്ലോഡിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ മാറും. മനസ്സിലായോ? ചിലപ്പോൾ ഇന്നെടുത്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ ചിലപ്പോൾ അതിൻ്റെ 1 മാസം മുന്നെടുത്ത വീഡിയോ ആയിരിക്കും അത്. മനസ്സിലായോ? അപ്പച്ചനും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. താടി മുടിയൊക്കെ വെട്ടാനായില്ലേ ഗൈസ്? ഞാൻ സുന്ദരനായോ? എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കുറേ ദിവസം ഇതിൽ ഫിൽറ്ററൊന്നും ഇല്ല കേട്ടോ, നോർമൽ പക്ക. എന്താ ഇത് രണ്ടാമത് എടുക്കാനൊന്നും പറ്റൂല. ഇതന്നെ കഥ പറഞ്ഞ് നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ട്. ഞാൻ അനങ്ങളാന്ന് പറഞ്ഞു വരും. ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞെടുക്ക. പിന്നെ ഗൈസ്, ഇപ്പൊ ഈ വീഡിയോ ഇടാൻ കാരണം എന്നാന്ന് വെച്ചാൽ കുറേ പേരുടെ സംശയങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. പറയുമ്പോ എത്രയാ 1.5 വർഷം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറയണം. കുറച്ച് ബാക്കിലോട്ട്, നമുക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകേണ്ടി വരും. കുറെ നാള് മുന്നേ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഫസ്റ്റ് എവിടെന്നാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ബസ് സ്റ്റാൻഡിൽ വെച്ചിരുന്ന എൻ്റെ അവിടെ മുതൽ പറയണോ അതിന് മുന്നേ പറയണോ? അതിന് മുന്നേ പറയാം. അതിന് മുന്നേ തേപ്പ് കഥയല്ലേ പറയാനുള്ളൂ. എനിക്കൊരു തേപ്പ് കിട്ടി, അത് മുന്നേ. എന്നിട്ട് പിന്നെ കുറെ കാലം കള്ളും കുടിച്ച് ബോധമില്ലാതെ ഗുണ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഓരോ റീൽസ് അതും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് 2 പെഗ്ഗൊക്കെ അടിച്ച് ഏതെങ്കിലും കാട്ടിൽ പോയി ഇങ്ങനെ കിളി വാരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ പണ്ട് മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലെ ടിക്ടോക്ക്, യൂട്യൂബ്, ഇവിടെയൊക്കെ ഒരു വീഡിയോ സുനാപ്ലിയൊക്കെ തുടങ്ങണമെന്ന്. അങ്ങനെ ഞാൻ പണ്ടൊരു ഫോറസ്റ്റിൽ പോയി. അത് 18 വയസ്സൊന്നും ആയിട്ടില്ല. എന്നിട്ട് ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത്. പിന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കോള് വന്നു. അതായത് ആദ്യം കമൻ്റാണ് വന്നത്, ട്രക്കിംഗ് ഷൂ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നമ്പർ കൊടുത്തപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കോള് വന്നു.
മനസ്സിലായോ? 18 വയസ്സായിട്ടല്ലേ, നമ്മൾ കാട്ടിൽ പോയി വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ അവരെ കൈയും കാലും പിടിച്ച് പറഞ്ഞ് അവസാനം എൻ്റെ ഡാഡീനെ അവർക്കറിയായിരുന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇതാക്കി പറഞ്ഞ് അതങ്ങനെ പോയി. ആ വീഡിയോയും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആ വ്ളോഗ് പരിപാടിയുടെ മോഹമേ പൊട്ടിപ്പാളീസായിപ്പോയി. അതിനുശേഷം എന്തായിരുന്നു, അതിനുശേഷം ഞാൻ ഇൻസ്റ്റയിൽ കിടന്ന് തെറി പറയാൻ തുടങ്ങി. അതായിരിക്കും അത് ഞാൻ വന്നിട്ടില്ലേ പെണ്ണു, ഞാൻ വന്നിട്ടല്ലേ റീൽ എടുത്തോണ്ട്. അല്ല, അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ റീൽസും സാമാനൊക്കെ എടുക്കാൻ തുടങ്ങി. റീൽസ് അല്ല, പോസ്റ്റ്, മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷൻ പോലത്തെ, മോട്ടിവേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നാട്ടുകാരും മോട്ടിവേഷൻ എന്ന് പറഞ്ഞു. മോട്ടിവേഷൻ അല്ല, അതിന് കുറച്ച് സംഭവം ശരിയാണ്. തെറിയൊക്കെ ഞാൻ പറയുമായിരുന്നു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പം അങ്ങനെ തെറിയും ഇതൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് പോവുക. അത് ഫുള്ള് പെണ്ണുങ്ങളെ കുറ്റം പറയും കേട്ടോ. പെണ്ണുങ്ങളെ നമ്പിനാന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അതിൽ മറ്റവളില്ല എന്നെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞത്. പറഞ്ഞ് റൂട്ട് മാറി. അപ്പം അവളെ കുറ്റം പറഞ്ഞിട്ടാണ്, അവളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, താങ്ങി ഇങ്ങനെ വീഡിയോ ഇടും അവളെ. പിന്നെ എനിക്കൊരു 10-20K 10-15K ഫോളോവേഴ്സ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നാലും അവിടെ വന്നാലും ഇപ്പോൾ എവിടെയെങ്കിലും ആണെങ്കിൽ ഏതെങ്കിലും വീഡിയോയ്ക്ക് വ്യൂസ് പറഞ്ഞാലോ, മിക്ക വീഡിയോസും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ റീച്ച് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നോക്കിയാൽ കിട്ടില്ല, കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം അത് ഫുള്ള് പച്ചത്തെറിയാണ്, മനസ്സിലായോ? അപ്പോൾ എവിടെ എത്തി? അങ്ങനെ ഡിലീറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ നടക്കുകയായിരുന്നു. കുറെ നാളായില്ലേ വീഡിയോ എടുത്തിട്ട്, ചെറിയൊരു ടെൻഷൻ, കുറെ ദിവസമായി വലിയ ടെൻഷൻ ഉണ്ട്. 3 മാസത്തോളായി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുവാ. അപ്പം അങ്ങനെ നമ്മൾ നടക്കണ ടൈം. അപ്പം ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരോ എൻ്റെ കൂടെ പഠിച്ചവന്മാരോ, നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, നിന്റെ വീഡിയോ ഒക്കെ എന്താണ്, നിന്നെ പേടിച്ചിട്ട് നിന്നെ അൺഫോളോ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ചിലവന്മാർ വന്ന്, അതും കൂടെ പഠിച്ച ഓരോ ആയിരിക്കും. അല്ല, മറ്റേ പെൺപിള്ളേരൊക്കെ വീട്ടിൽ ഭയങ്കര സീനായിരുന്നു. ഏത് പെൺപിള്ളേരെ? മറ്റേ അന്ന് നിന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ചേട്ടൻ കാരണം എന്റെ ഫോൺ വീട്ടില് തല്ലി. അതെന്റെ വീഡിയോ തെറിയുള്ളത് കേട്ടിട്ട് ഇവളെങ്ങാണ്ട് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അല്ല, റീൽസ് ഇവളല്ല, വേറെ ഏതോ ഒരു പെണ്ണ് റീൽസ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ റീൽസ് കയറി വന്നു. അപ്പോൾ തെറി കേട്ടിട്ട് അവളുടെ വീട്ടുകാരെ ഫോൺ അടിച്ചുകൊണ്ട് പൊട്ടിച്ചു. എന്നിട്ട് അവൾ 2 മാസം കഴിഞ്ഞിട്ട് പുതിയ ഫോൺ മേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും നല്ലൊരു, എന്നാലും ഞാൻ പറയാം, അംഗീകരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, അംഗീകരിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. എന്താണോ വീഡിയോ ഇടുന്നത് അതിലൊരു പോയിന്റ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അംഗീകരിക്കുന്ന ആൾക്കാരും വരാറ്. എന്തിന് ജോജു തമ്പി വരെ എനിക്ക് മെസ്സേജ് അയച്ച് വെൽഡൻ മൂനി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടോ? കാണിച്ചു തരാം. പൊങ്ങച്ചൻ പറഞ്ഞൊന്നല്ല, അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ പുച്ഛമായി ചിലവർക്ക്. ഇപ്പോൾ കൂടെ ഉള്ളവരെ ചെറിയ ചില ചെറുക്കന്മാർക്കൊക്കെ പുച്ഛം. നീ 10K ഫോളോവേഴ്സും വെച്ചിട്ട് എന്നെ കാണിക്കണേ, അങ്ങനെ കുറേ പുച്ഛം. അപ്പോൾ കറക്റ്റ് ടൈമിൽ ബസ് സ്റ്റാൻഡിൽ ഒരു കിളി, പറവ നല്ല എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ആദ്യം ഞാൻ നോക്കിയപ്പോ, എന്നാലും പറയാം, ആദ്യം നോക്കിയപ്പോ മൈൻഡ് ചെയ്തില്ല. അത് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ പിന്നെയും നോക്കി, അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവളുടെ ഇൻസൈഡിൽ നോക്കി, അങ്ങനെ മെസ്സേജ് അയച്ച് കൊളത്തി. മനസ്സിലായോ? കൊളത്തി. എന്നിട്ട് അവിടെ എത്തി. കൊളത്തി. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ലേ, 4 തെറി പറയും. സിഗ്മയായിരുന്നു. സിഗ്മ പറഞ്ഞു കഴിഞ്ഞാൽ പെൺവിരോധത്തിന്റെ അങ്ങേയറ്റം. അതൊക്കെ മനഃപൂർവ്വം ഞാൻ കാണിച്ചു വിട്ടണമായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു കടലാണ്. ആ കടലിൽ ഒരുപാട് മീനുകളുണ്ട്. നേരെ വലയെറിഞ്ഞാൽ ഉസാറാക്കാം. അപ്പം എന്തെങ്കിലും ആവട്ടെ. അപ്പം നമ്മളൊരു ക്യാരക്ടറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. അങ്ങനെയാണ് ഇവളെയും കൊണ്ടുവന്ന്. അപ്പം ഞാനൊരു കാര്യം ആലോചിച്ചു, എന്തായാലും ഇവളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. കാരണം ഇവളെ വീട്ടിൽ മുട്ട സീനായിരുന്നു ആ ടൈമിൽ.
ഈ മിണ്ടാണ്ടിരിക്കുക പച്ച, അത് പുറകുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ മുട്ടൻ സീനായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടൊരു ഒളിച്ചോട്ടം വ്ളോഗോ അല്ലെങ്കിൽ ഒരു റീലോ അപ്ലോഡ് ചെയ്തുകൂടാ? അത്രേ ഉള്ളൂ. ഇത് അതിനായിട്ട് വിളിച്ചോടിയതല്ല കേട്ടോ ഒരിക്കലും. സിറ്റുവേഷൻ കറക്റ്റ് ടൈമിൽ അങ്ങനെ ആയി മാറി. പക്ഷെ ഞങ്ങൾ അപ്പ വരാൻ വേണ്ടിട്ട് ഇരുന്നതല്ല. അത് ഇന്റർവ്യൂല് പറയണില്ല നമ്മള്. എനിക്കൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിട്ട് ഇരുന്നതാണ് ഗൈസ്. പിന്നെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വന്നു. അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, ഇനിയിപ്പൊ അത് കുത്തിപ്പോക്കണ്ട. സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. വി ഡോണ്ട് ഡു എനിത്തിങ്. ഡോണ്ട് സ്കിപ്പ് വീഡിയോ. ഓക്കെ, വെയിറ്റ് ഫോർ എൻഡ്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൂടാന്ന്. എന്നിട്ട് അതിന് വേണമെങ്കിൽ അപ്പച്ചൻ വരുന്നുണ്ടോ? അങ്ങനെ അതിന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പഴയൊരു പ്രൂഫോ വല്ലതും എടുത്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പിന്നെ ഇവളെ കൊണ്ട് ഇറക്കി വന്നേ. പിന്നെ നാട്ടിലാണെങ്കിലോ അവളും വയറ്റിലുണ്ടായിട്ട് അവളെ ഇറങ്ങിപ്പോയി. അവളെ വയറ്റിൽ കുട്ടിയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങളൊന്നും ഒരു മിനിറ്റ്, നമ്മുടെ വീട്ടിൽ അപ്പച്ചനുണ്ട്. അത് വേറൊരു സൗണ്ട് കേട്ടോണ്ടാണ് ഓഫ് ചെയ്തത്. അപ്പം എന്തില്ല വേട്ടെ. അങ്ങനെ അവള് വയറ്റിലാക്കിയിട്ട് ഒളിച്ചോടി. ഏതോ ഒരുത്തൻ്റെ ഒരു കഞ്ചാവിൻ്റെ കൂടെ ഒളിച്ചോടി എന്നും പറഞ്ഞിട്ട് ഫുള്ള് കഥ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്, വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങി പോയി, സംഭവം ശരിയാണ്. പക്ഷെ അവിടെ പറഞ്ഞുണ്ടാക്കിയത്, വയറ്റിലുണ്ടാക്കിയിട്ടാ ഇറങ്ങിപ്പോയെ. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? കാണിച്ചു തരാം. അത് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരുന്നു മെസ്സേജ് അയച്ചേ. പിന്നെ അല്ലാണ്ട് നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ അവിടെ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ പിന്നെ കാണിച്ചങ്ങ് തരാം. അപ്പൊ അവിടെ പറഞ്ഞു നടക്കണ ഓരോന്നും നമ്മുടെ ചെവിയിൽ എത്തുമല്ലോ. കാരണം നമുക്ക് അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ്. പിന്നെ ആണെങ്കിൽ ഇവളുടെ വീട്ടിലാണെങ്കിൽ മുട്ട സീൻ. സ്റ്റാർട്ടിങ്ങിന്റെ കാര്യമായിട്ടാ പറയുന്നത്. ആദ്യം ഇല്ല അതിനെ. അപ്പൊ ഈ കറക്റ്റ് ടൈമിലാണ് വീട്ടിലാണ് സീൻ. എങ്ങനെയെങ്കിലും വീട്ടുകാരുടെ അടുത്ത് മിങ്കിളാവണം, മനസ്സിലായോ? അപ്പത്തേക്കാണെങ്കിൽ എല്ലാ സിറ്റുവേഷനും കറക്റ്റ് അങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യം റീൽസ് എടുത്തിട്ടു. ഹലോ ഗൈസ്, ഞങ്ങൾ ഒളിച്ചോടി. എന്തിനാ നീ ചിരിക്കുന്നു? അത് ഉള്ളിൽ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. അപ്പച്ചൻ ഭയങ്കര സീനാണ് ഗൈസ്. എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ മമ്മിയുടെ ഡാഡി ഫുള്ള് സീനാണ്, മനസ്സിലായോ? ആള് കത്തിയിട്ടൊക്കെ കുത്താനൊക്കെ വരും ചിലപ്പോ. മറ്റേ ഡിമെൻഷ്യ. അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണില്ല ഗൈസ്. അപ്പൊ എവിടെ എത്തി പറഞ്ഞിട്ട്? പിന്നെ അല്ല, കറക്റ്റ് അതന്നെ. എന്നാലും എവിടെ വെച്ച് തുടങ്ങും അടുത്തത്? കറക്റ്റ് ടൈമിൽ അവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് വേണ്ടി നടന്ന പോലെ നടന്നു. അപ്പോൾ ഞാനിത് അതേപോലെ പറഞ്ഞ ടൈമിൽ കഴിഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ, നിങ്ങൾ വേറെ വീഡിയോ ഉണ്ടാവും. അതായത് അടുത്ത ഡിസംബർ ആകുമ്പോൾ സൈക്കോക്കുള്ള ലൈറ്റ് വെർഷൻ നമ്മുടെ ഒക്കത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? അത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ട്, അതായത് എനിക്ക് അറിയാമായിരുന്നു അവൾ ഇറങ്ങി വരും, ഞാൻ അതേപോലെ വീഡിയോ ഇടാൻ പോവുകയാണ്, അതൊക്കെ എനിക്ക് അറിയായിരുന്നു. ഞാൻ നേരത്തെ 1 കൊല്ലം 1.5 കൊല്ലം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ഡു യു സർപ്രൈസ് ദാറ്റ്? ഡു യു എക്സെപ്റ്റ് ദാറ്റ്? അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെയൊക്കെ അങ്ങനെ ആയിട്ട് നമ്മൾ ഓരോരോ ക്ലിപ്പുകൾ എടുത്ത് ഓരോരോ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മറ്റേതെന്തായിരുന്നു, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വന്ന്. അപ്പം ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിലൊന്നും പോയില്ല കേട്ടോ. വന്ന ടൈമിൽ മൊത്തത്തിൽ കൂട്ടി കുഴച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത റീൽസ് ഇട്ടു. സിറ്റുവേഷൻ അതായി പോയി. അപ്പോൾ നമ്മൾ റീലിടണം. കാരണം ഇവളുടെ വീട്ടുകാരുടെ അടുത്താണെങ്കിൽ നമുക്ക് മിണ്ടണ്ടേ, മിങ്കിളായി പോകണ്ടേ. ഒരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞിക്കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല. എല്ലാ സിറ്റുവേഷനും അത് തന്നെ, അതിനോടനുബന്ധിച്ച് എല്ലാം കറക്റ്റായിപ്പോയി. അപ്പം ഞാനൊന്നും നോക്കിയില്ല. എന്തിനാണ് ഇനിയിപ്പോൾ മറച്ചു വെക്കണത്? അപ്ലോഡ് ചെയ്തു റീൽസ് അടുത്തത്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണെങ്കിലോ നാട്ടുകാരും അതിനേക്കാട്ടും വലിയ കഥ. മുട്ടി നിന്നിട്ട് അവിടെ ഇറങ്ങി ഓടി.
ഇനി അല്ല അത് അതിന് മുന്നേ ഒരു പെണ്ണ് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഫുൾ വീഡിയോ. പക്ഷെ മറ്റവരങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ആര് പറഞ്ഞിരുന്നു? അത് മറ്റേ പെണ്ണല്ലേ ആദ്യം പറഞ്ഞത്. അത് അത് കഴിഞ്ഞിട്ടല്ലേ ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവൂ. എന്ത് പറയല്ലേ, അതായത് യൂട്യൂബിൽ റിയാക്ട് ഞങ്ങളെ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ ഇവള് പറഞ്ഞത്. സോറി, ഏതൊരു പെണ്ണ് പറഞ്ഞായിരുന്നു, എന്താ പേര്, പേരൊന്നും പറയണ്ടേ, പറഞ്ഞായിരുന്നു വള്ളി കെട്ടാമുട്ടിയിട്ട് ഒളിച്ചോടിയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ യൂട്യൂബിൽ കുറെ പേര് കുറ്റം പറഞ്ഞു. അത് പോരാത്തിന് നാട്ടുകാരുടെ ഭാഗം അതിനെക്കാട്ടും വലിയ കഥ. ഇത് എല്ലാം കേട്ട് ഞാൻ പറയട്ടെ, ഇത്രയും കാലം ഒരു 7-8 മാസത്തോളം ഇപ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നിട്ടോ. അത്രയും കാലം ഞാനും ഇവളും ഒറ്റയ്ക്ക് അപ്പൊ ഒരാളുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്കാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ ചുറ്റി വളഞ്ഞ് മൊത്തത്തിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയോ വീഡിയോസ് ഇവിടെ കണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം കുറച്ച് ഷോർട്സ് ഉണ്ടായിരിക്കും, കുറച്ച് നോർമൽ മറ്റേ വീഡിയോയും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതല്ലാതെ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ യൂട്യൂബിലേക്ക് വന്നതാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ കാണിച്ചു തരാം. മനസ്സിലായോ? നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു തേങ്ങയും വേണ്ടാന്ന് ആ ഒരു ഇതിൽ അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, പിന്നെ അടുത്ത കഥ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പിന്നെ പഠിക്കണ കാര്യത്തിൽ കുറേ പേരെന്നെ കളിയാക്കിയായിരുന്നു ഗൈസ്. കളിയാക്കിയെന്ന് പറഞ്ഞാൽ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ആയാലും പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് പഠിച്ചു കഴിഞ്ഞ് എനിക്ക് തലയിൽ കയറില്ല. അത് എന്നാന്ന് എനിക്കറിയില്ല ഗൈസ്. കുറച്ച് ഇപ്പം ഇവന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കാര്യം ഞാൻ മറന്നു പോകും. അതുപോലെ അങ്ങനെയാണ്. എന്താ സൈക്കോന് പറയണ്ടേ, മന്ദബുദ്ധി. അപ്പോ അങ്ങനെയല്ല, അതല്ല പറയണേ. എനിക്ക് എന്റെ തലയിലില്ല. ചിലവർക്ക് പഠിച്ചാൽ തലയിൽ കയറില്ല. പക്ഷെ എനിക്ക് വരയ്ക്കാൻ പറ്റും, വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അതിനോടൊക്കെ എന്തെങ്കിലും. നീ പോടാ തേങ്ങ, പൊട്ടന്നല്ല, നീ പൊക്കെ. ഞാൻ ഇല്ല കുഴിമന്തി ഞാനറിയും. എന്താ സൈക്കോ ഇങ്ങനെയൊക്കെ പറയല്ലേ സൈക്കോ, ഞാൻ അതിന് എന്നാ പറയണ്ടേ, എനിക്കറിയാൻ പാടില്ല. ഓഫാക്കിക്കോ ഇത്. ഒന്നും പറ്റില്ല ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ? എന്ത് കണ്ടില്ലേ എന്നല്ല ഇപ്പോൾ ചോദിക്കണത്. എന്താണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടണത്? അതായത് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമല്ലേ അത്. എന്താണ് ഈ ചെറുക്കനെ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? അല്ല, ഞാൻ മറ്റേ കാര്യം കട്ട് ചെയ്തു. ഏത് കാര്യം? മറ്റേ പഠിത്തത്തിന്റെ കാര്യം. അത് വേണ്ട, അതൊന്നും വരില്ല. അത് വേണ്ട. പറയണവരൊക്കെ ഓരോന്ന് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഉള്ളത് പറയാലോ. എനിക്ക് പഠിക്കാനുള്ളതൊന്നും ഇല്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടത്തില്ല. പിന്നെ എനിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഇരിക്കത്തുമില്ല. ഞാൻ വെള്ളം കോരി ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് നമ്മൾ ഈ തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിക്കുമെന്ന് പറയില്ലേ, ആ അവസ്ഥ എൻ്റെ. എനിക്ക് നിങ്ങൾ എന്തൊക്കെ എന്നോട് പറഞ്ഞാലും എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ നിൽക്കില്ല. അത് എനിക്ക് അറിയില്ല. ഇപ്പം ഞാൻ എങ്ങനെ തലകുത്തി നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാലും എക്സാം സമയത്ത് അത് എഴുതാൻ എനിക്ക് കിട്ടില്ല. അത് അങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടാ അത് എന്താണ് അങ്ങനെയെന്ന്. പിന്നെ ഒരു കാര്യം പറയാം, ഒന്നും വേണ്ട. എക്സാമ്പിളിന് വേറൊരു കാര്യം പറയാം. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് +2 ഡിഗ്രി എക്സാമൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും എഴുതിയെടുക്കാനുള്ള അങ്ങനത്തെ ഒരു കോഴ്സ്, അവരുടെ പരിപാടി നമ്മൾ പ്രൊമോഷൻ ഇനിഷ്യലി ചെയ്തായിരുന്നു. അത് നമ്മൾ പേയ്മെൻറ്റുമായിട്ടാണ് ചെയ്തത്, ഓക്കെ. പക്ഷേ ഇവൾക്ക് ഫ്രീ ആയിട്ട് അവിടെ +2 എക്സാം എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ പോയില്ല. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട, ചുമ്മാ അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തത് അവർക്ക് അത് നല്ലൊരു ഇതായി. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരാം, നന്നായിട്ട് പഠിപ്പിച്ചു തരാം, എങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും പോയില്ല. ഇതിലുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് അങ്ങനെയാണ്, പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറില്ല. ഒരു കാലം വരെ അങ്ങനെയായിരുന്നു. ആദ്യം ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു, ചെറുതാകുമ്പോൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ.
പിന്നെ അങ്ങനെ പണിക്കൊക്കെ ഇറങ്ങി നടന്ന് പിന്നെ പഠിത്തത്തിനോടൊരു ഇൻട്രസ്റ്റ് പോയി. അത് ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, മനസ്സിലായോ? ഈ എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കോ ഇവക്കോ തോന്നിയിട്ടില്ല. അല്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതല്ല, അങ്ങനെയല്ല, തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല എന്നല്ല, നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു ഇതല്ല, മനസ്സിലായോ? നമുക്കതല്ലാതെ അങ്ങനെയല്ല സൈക്കോ, അങ്ങനെയല്ല. പഠിച്ചിട്ട് വലുതാവണവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എടാ അല്ല, അത് അവര് ചോദിക്കും. അത് നമ്മുടെ അടുത്ത് കമന്റ് ബോക്സിൽ ചോദിക്കുന്നില്ലേ? ചോദിക്കട്ടെ. അതാ പറഞ്ഞത്, എല്ലാരും ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ചേച്ചിമാരും എല്ലാവരും ആയിരിക്കും. നിങ്ങളെയൊക്കെ മാതാപിതാക്കൾ full+ഉം ഡിഗ്രിയും പാസ്സായിട്ട് വീട്ടിലിരിക്കുന്നവരാണോ? അല്ല. കുറ്റം പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായോ? അതെല്ലാവർക്കും സെറ്റാവുന്ന ഒരു കാര്യമല്ല ഈ എഡ്യൂക്കേഷന്, പഠിത്ത സാമാനങ്ങളൊന്നും, മനസ്സിലായോ? ചിലവർക്ക് ചില വേറെ മേഖലകളിലായിരിക്കാം ഫോക്കസ്, മനസ്സിലായോ? എനിക്കൊരു ക്രിയേറ്റർ ആവണം, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറെക്കുറെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അതാണ്. പൊട്ടിക്കൊന്നുമല്ല, അപ്പച്ചൻ ഗൈസ് അകത്ത് എന്തൊക്കെയോ ഒച്ചാണ്ടാക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര വലിയ അങ്ങനെ പഠിച്ചാലേ രക്ഷപ്പെടൂ എന്ന് പറയുന്നവരോട് ദാറ്റ് ഈസ് ഫാൾസ് ഇൻഫർമേഷൻ. ഓക്കെ, ഡോണ്ട് സ്പ്രെഡ് അഗെയിൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മക്കളോടാണെങ്കിൽ തന്നെ പോയിട്ട് പഠിച്ചാലേ നന്നാവുള്ളൂ, അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തേങ്ങയും നടക്കാൻ പോകില്ല, മനസ്സിലായോ? അപ്പോൾ അവർ ഏത് ഭാഗത്താണോ ഏത് രീതിയിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് വിടാൻ ഞാൻ പറയില്ല. നിങ്ങളുടെ ഇഷ്ടം, എന്തെങ്കിലും കാണിക്കുക. ഞാൻ തോന്നിയ പോലെ നടന്നുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കാണുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണ് ഈ ചെറുക്കൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, മനസ്സിലായോ? എന്തായി പറയണേ? നമ്മളെന്താ പറഞ്ഞു വന്നേ? പൊട്ടാ ഇത് പറയുമ്പോ അങ്ങനെ കഥ ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോ മൊത്തത്തിൽ കുഴഞ്ഞു സൈക്കോ. ഇല്ല, ഒന്നും കുഴഞ്ഞിട്ടില്ല. വല്ലതും കുഴഞ്ഞോ? വല്ല മനസ്സിലാവുള്ളൂ. ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങോട്ടൊക്കെ പോയി പോകും. എവരിബഡി കട്ട്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ പോയിന്റിലേക്ക് വരാം, മനസ്സിലായോ? കാരണം നമുക്ക് വേറൊരു പരിപാടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ട് അടുത്ത ഷോട്ട് എടുത്തതാണ്. ഓക്കെ, വേറെ പരിപാടിയൊന്നുമില്ല, ആശുപത്രിയിൽ പോകണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആകട്ടെ. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ അന്ന് മറ്റെവിടെ നിന്നിട്ട് തുടങ്ങണത്, വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ നിന്ന് കറക്റ്റ് ടൈമിൽ മൂന്നാർ പോയി വന്നു, പ്രഗ്നൻ്റ് ആയി, കാര്യങ്ങൾ അതേപോലെ അപ്പം തന്നെ വീഡിയോ എടുത്ത് നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇട്ടു. ഷോർട്സും വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തീരെ വീഡിയോ ഇടാറില്ല, ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടു. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ നെഗറ്റീവ്, അതായത് ചിലവരുടെ വിചാരമുണ്ട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വലിയ ആറാമുള്ള കാര്യമാണ്, അങ്ങനെയാണ്, ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെയാണ് ചിലവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് മൊത്തത്തിൽ പിരാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു. പിന്നൊരു കാര്യമുള്ളത്, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റയിൽ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുറ്റം പറഞ്ഞ് അപ്ലോഡ് ചെയ്തവൻ തന്നെ ഒരു പെണ്ണിനെ ചാടിച്ചുകൊണ്ട് വന്നിട്ട് ഹലോ ഗൈസ് ഞങ്ങൾ ഒളിച്ചോടി എന്ന് പറഞ്ഞൊരു റീൽ ഇട്ടാതെ എവിടം വരെ എത്തും എവിടം വരെ പോകുമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കഥയുടെ തുടക്കം അവിടെ നിന്ന് അങ്ങ് തുടങ്ങി, മനസ്സിലായോ? പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി നടത്തി. അങ്ങനെ നടന്ന കാരണം നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും ഇങ്ങനെ പോയിട്ടില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അതായത് ഞാൻ നിങ്ങൾക്കൊരു ചിലവർക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പിടിച്ച് നിൽക്കുക, എന്താണ് സോഷ്യൽ മീഡിയ, അതിനൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ പാർട്ട് 2 അവസാനിക്കുന്നതോടുകൂടെ, മനസ്സിലായോ? ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അങ്ങനെയൊക്കെയാണ് കഥ. പിന്നെ എന്തെങ്കിലും പറയാനുള്ളത്?
അപ്പം അങ്ങനെ കെട്ടാമുട്ടി ഒളിച്ചോടി വയറ്റിലായിട്ട് ഒളിച്ചോടി ഇങ്ങനെ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കണ അല്ല നാട്ടുകാര് പറയുന്ന ഞാൻ എല്ലാ നാട്ടുകാരെയും പറയില്ല കേട്ടോ, അവിടുത്തെ എല്ലാ നാട്ടുകാരെയും പറയില്ല, ഒരു 80% ഇല്ലെങ്കിൽ ഒരു വേണ്ട 70% ആൾക്കാരെ മാത്രമേ ഞാൻ പറയുള്ളൂ. അവരൊക്കെ അവര് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വയറ്റിൽ ഉണ്ടാക്കിയിട്ടല്ലേടി നീ ഒളിച്ചോടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്തുവാ, പിന്നെ ഒരുത്തി ഈ ഇടയ്ക്ക് ഓരോ കാര്യം കൊണ്ട് അല്ല അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തിക്ക് എന്റെ വായിലിരിക്കണം നല്ലതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അവർക്ക് എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ നിന്ന് വന്നതാണ്, ഞാൻ ആ പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാ. എന്നിട്ടും അവര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ, അതേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെന്തെങ്കിലും ആകട്ടെ, പിന്നെ എന്താ, എന്തിന് നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഒന്നുമില്ല ഞങ്ങളുടെ പഴയ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂവിന്റെ വീഡിയോസ് ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലായോ? ആ കമന്റ് കൊണച്ച കമന്റ് നെഗറ്റീവ് മറ്റേ കമന്റ് ഇട്ടവന്മാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവന്മാര് ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഇറങ്ങുന്ന ടൈമിൽ ആ കമന്റ് പോയി ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചോ, മനസ്സിലായോ? അങ്ങനെ കൊണച്ച വർത്താനം പറഞ്ഞ് കമന്റ് ഇട്ട എല്ലാത്തിനും, അതേ കമന്റ് മാത്രമല്ല നമ്മൾ വീഡിയോ ഇടുന്നതിന്റെ അടിയിൽ പോസിറ്റീവ് ഇടാം, നെഗറ്റീവ് ഇടാം, പക്ഷെ പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയച്ചാ കുഴപ്പമില്ല. അല്ല എനിക്ക് പറയാനുള്ള എനിക്ക് ആ ഇതിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം എനിക്ക് ഇതുവരെ അങ്ങനെ കൊറേ അല്ല അവര് പറഞ്ഞത് പോട്ടെ, അവര് പറഞ്ഞോണ്ട് അങ്ങ് നടക്കുക സൈക്കോ. അവര് പറഞ്ഞോണ്ട് നടന്ന അത് ആ വ്യക്തി പറഞ്ഞ സെയിം ഡയലോഗ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ശവങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ എല്ലാത്തിനെയും, അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയാണ്, നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണ്, ആ വീഡിയോ എന്താണ്, എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായോ? അതറിയാതെ ഒരിക്കലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അതിലുള്ള വ്യക്തികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, മനസ്സിലായോ? അപ്പോൾ ഈ കേരളത്തിൽ ആരും കാണാത്ത രീതിയിൽ ഇതിനെല്ലാത്തിനും ഈ നെഗറ്റീവ് ഓളികൾക്ക് മനസ്സിലായോ, കേരളത്തിൽ ആരും കാണാത്ത രീതിയിലുള്ളൊരു അണ്ണാക്കിൽ തിരിച്ചടിയാണ് കാണാൻ പോകുന്നത് അടുത്ത പാർട്ട് 2 വീഡിയോയും കൂടെ ആയിട്ട്, മനസ്സിലായോ? അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മൾ ചുമ്മാ ചെറപറന്ന് കഥ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒന്നാലോചിക്കുക, നിങ്ങൾ എവിടെ പോയി കമൻ്റ് ഇടുന്നോ, എന്ത് നെഗറ്റീവ് പറയുന്നു, ആരെക്കുറിച്ചൊക്കെ കുറ്റം പറയുന്നു, അതും ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇതിൽ ചെയ്യുന്നു, അത് നിങ്ങൾ ഏത് രീതിയിൽ കണ്ടിട്ട് മനസ്സിലെടുത്തിട്ട് പറയുന്നതാണെങ്കിലും ആ വീഡിയോയിൽ കാണുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ, അതെന്താണ് എങ്ങനെയാണെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ നിൽക്കുക, ഇല്ലെങ്കിൽ അത് ചുമ്മാ ഒന്നും വേണ്ട. ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് പറഞ്ഞ് കമൻ്റ് ഇട്ട് കുണച്ച ഒരുമാതിരി ആളെ തൂക്കിയിട്ട കമൻറ്റ് പോലത്തെ കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റൊക്കെ നിങ്ങൾ പോയി ഡിലീറ്റ് ആക്കിയിരിക്കും, മനസ്സിലായോ? ഇല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോളെങ്ങനെ വിളിച്ചോ, മനസ്സിലായോ? ഡിലീറ്റ് ആക്കിക്കോ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ആ കമൻറ്റ് ഇട്ടവനെ തൂക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, മനസ്സിലായോ? ചെയ്യും. ഒരു കാര്യം ആലോചിക്കുക, കമൻറ്റ് യൂട്യൂബിൽ കമൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ പുറകിൽ ഇരുന്ന് ആരാണ് കമൻറ്റ് ഇടുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ரொம்ப സീന് മനസ്സിലായോ? അതിനുള്ള ടീംസ് നമ്മുടെ കയ്യിലുണ്ട്, ആ കാര്യം പറഞ്ഞു. അപ്പോ ഇതിൽ ഇനി എന്താണ് ഇവർക്ക് സംശയമുള്ളത്? പിന്നെ എന്നാ പറയാനുള്ളത്? പക്ഷെ നമുക്ക് മറ്റേത് ഇടായിരുന്നു ഇൻസ്റ്റയില്, മറ്റേ അവർക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണ് പറയാനുള്ളത്, ഇതെല്ലാം കൂട്ടി ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ആയിട്ട് ഇടണം, മനസ്സിലായോ? എന്നാ
അടുത്ത പാർട്ട് 2 നമ്മൾ ആഡ് ചെയ്യും. ഇപ്പം നമ്മൾ പോവാണ്, വീഡിയോ എടുക്കാൻ സമയമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, തംബ്നെയിൽ കണ്ട പോലത്തെ കാര്യങ്ങളും ആ കാര്യം എന്താണിത്, എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത്? സിലിക്കോൺ ബേബിയോ? എടേ എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? അപ്പം ഞാൻ ആരെ പൊട്ടല്ല. അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, നമ്മളൊരു ട്രിപ്പൊക്കെ പോകാനുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരെയും ആഡ് ചെയ്ത് മൊത്തത്തിൽ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ച് ദിവസം, വളരെ തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ? നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്, എന്താണ് അറിയാനുള്ളത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എല്ലാം ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മനസ്സിലായോ? വി ആർ നോട്ട് സിമ്പിൾ. ബൈ.